വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ ഇപ്പം അടിപൊളിയായിട്ടിരിക്കണു. സൂറത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മളെല്ലാവരും കുടുംബപരമായി ഒന്ന് കിടപ്പിലായിപ്പോയി. എല്ലാവർക്കും പനി, തുമ്മൽ, ചീറ്റൽ, ജലദോഷം പല പല രൂപത്തിൽ വന്നു കേട്ടോ. ഓരോരുത്തരുടെ റെസിസ്റ്റൻസ് അനുസരിച്ച് പല ആൾക്കാർ കിടപ്പിലായി, പല ആൾക്കാർ ഇരിപ്പിലായി, ചിലർക്ക് ഇങ്ങനെ ചെറിയ കിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് അസുഖങ്ങളുടെ ആഘോഷമായിരുന്നു. യുവി ഇപ്പം ഇങ്ങനെ റിക്കവറായി വരുന്നേ ഉള്ളൂ കേട്ടോ. യുവിക്ക് നാട്ടിൽ വന്നതിന് ശേഷം അടിപൊളിയാണ്. ആദ്യം വയറിന് കുറച്ച് പ്രോബ്ലം വന്നു, പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ സൂറത്തിലൊക്കെ പോയി വന്നിട്ട് ചെറിയ പനിയൊക്കെ വന്നു അല്ലേ യുഷ? ഞാനിപ്പോൾ ഈ കമ്മലിട്ടതാണ് യുവിക്ക് ഏറ്റവും വലിയ അറ്റൻഷൻ. എന്നാലും അമ്മ ഒന്നും ചെയ്ത് ശരിയില്ല കേട്ടോ. അമ്മയ്ക്ക് മാത്രം ഉച്ചയ്ക്ക് ഊണ് വെച്ചിട്ട് മോൾക്കും മരുമോനും ഊണ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ഇവിടെ ചോറില്ലാന്ന്. ഇനി 9:30 പോകുന്നു പറഞ്ഞു. 9:30 പോണ ആള് 1:30 പോകുന്ന ഞാൻ ചെയ്യാൻ അമ്മയ്ക്ക് എന്നെ അറിയണമല്ലേ. എൻ്റെ 9:30 എനിക്ക് 1:30 ഞാൻ ഊണ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കോഴിക്കോട് പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ 9:30 പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഇറങ്ങുമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതിന് ശേഷം എനിക്ക് കണ്ണിലൊരു കുരു വന്നു. ഡോക്ടറെ കാണിക്കേണ്ടി വന്നു. പാക്കിങ്ങും കാര്യങ്ങളും ബാക്കി കുറച്ചായിട്ട് ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചില്ല. അപ്പൊ ഇന്ന് കുറച്ചധികം പെയിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചാൽ ലേറ്റ് ആയി. യുവിനെ ആരും മൈൻഡ് ചെയ്യില്ലാന്ന്. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു എന്താ കാണിച്ചത്? വായലുകൂടി വായലുകൂടി എടുത്തെടുത്തു. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു yet another episode of Tani Malayalis. ലഞ്ചിന് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തീർത്ത് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. പയറുപ്പേരി ഉണ്ട്, മുരിങ്ങടല താളിപ്പുണ്ട്, മോരുകറി ഉണ്ട്, ചോറുണ്ട്. ഇന്ന് രാവിലെ കാര്യമായിട്ട് കുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ബെറ്റർ ആയത്. ഇത് ഇന്നലെ അമ്മ ഉണ്ടാക്കിയ ലഞ്ചായിരുന്നു. അപ്പോൾ സെയിം കാര്യം കഴിച്ചു മടുത്ത് കാരണം ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. വിഷ്ണു ബിരിയാണി ഓർഡർ ചെയ്തു. ഇവക്ക് ഇഷ്ടമാണോ യോഗട്ട്? ഗുഡാണോ യോഗട്ട്? ഇവിടെ ലഞ്ച് കഴിഞ്ഞതാണ്. ഡെസേർട്ട് പറയൂ. അപ്പാപ്പ അപ്പാപ്പ അപ്പാപ്പ. യുവി ആദ്യം പറയാൻ തുടങ്ങിയത് അപ്പാപ്പാന്നാണോ ഇഷ്ടം? താൻ കേട്ടിട്ടില്ലല്ലോ. പക്ഷെ അപ്പാപ്പ പക്ഷെ ഇപ്പൊ അവര് പാല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പാപ്പാന്ന്. ഇല്ലേ, രാവിലെ ചോദിച്ചില്ലേ? വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴേ യുവിയുടെ കാര്യങ്ങൾ ഞാൻ അധികം ബാക്കിൽ ചീറി പൊളിക്കണ്ടല്ലോ. യുവിയുടെ കാര്യങ്ങൾ ഞാൻ അധികം ഈ ഒരു ഡയപ്പർ കാഡി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വാങ്ങിയിട്ട് ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകാമല്ലോ എന്നുള്ളത്. അവൻ്റെ ഡയപ്പർ, വെറ്റ് വൈപ്സ്, 2 ബോട്ടിൽ, ഇതവൻ്റെ സിപ്പറാണ്. പിന്നെ അതേപോലെ അവൻ്റെ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഡി, സിങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ വയറിന് ഇഷ്യൂ വന്നതിന് ശേഷം ഒരു 2 വീക്സും കൂടെ അതിന് ശേഷം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ക്രാക്കർ, വൈറ്റമിൻ ഡി, അങ്ങനത്തെ സംഗതികളെല്ലാം വെച്ചിട്ടുള്ള അവൻ്റെ ഈ ഒരു ബാഗ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈസി ആയിട്ട് കൊണ്ട് നടക്കാറുണ്ട്. ഇത് പിന്നെ അവൻ്റെ ഡയപ്പർ ബാഗ്. എൻ്റെ ബാഗ്, ഈ ഒരു കിറ്റ് എൻ്റെ സ്കിൻ കെയർ, മേക്കപ്പ്, ബാക്കി എൻ്റെ ഡ്രസ്സ്, ഈ സൈഡിൽ എൻ്റെ ഹെയർ ഡ്രയർ, അങ്ങനത്തെ സംഗതികളെല്ലാം വെച്ചിട്ടുള്ള ഈ ഒരു പെട്ടിയും ഓൾമോസ്റ്റ് റെഡി. നമ്മളെപ്പോഴോ കണ്ടിട്ടല്ലേ യുവി? ഇവയ്ക്കറിയോ? അടിപൊളിയായിട്ട് കയൺ ചെയ്ത് തന്നായിരുന്നു. പക്ഷെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ചുളിഞ്ഞു. നല്ല കോഡ് സെറ്റ് ആട്ടോ അത്. നല്ല ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ഒരു കോഡ് സെറ്റ്. ഇത് വി അല്ല, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല കോഡ് സെറ്റാണ്. മെറ്റീരിയലും നല്ലതാണ്, നല്ല ബ്രീത്തബിളാണ്. അപ്പോൾ കൂടുതൽ കഥ പറഞ്ഞു നിൽക്കുന്നില്ല. പെട്ടിയും കാര്യങ്ങളൊക്കെ അതെ കാറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഒന്ന് രാവിലെ കേട്ടോ കോഴിക്കോട് നിന്ന് വന്നേ. ബാക്കി വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാറ് കയറിയിട്ട് പറയാം. ഇതാ സീറ്റിലിരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. വന്ന അടുത്ത ദിവസം നമ്മൾ എമർജൻസി ആയിട്ട് പോയി വാങ്ങിയത് കേട്ടോ കാർ സീറ്റ്. പക്ഷെ ഇവ വല്ലാതെ അങ്ങോട്ട് മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നല്ലോണം മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നു. ഈ ശീലം പോയാലേ കുറച്ച് പണിയാവും അല്ലേ യുവശ? ശീലം പോയാൽ കുറച്ച് പണിയാവുന്ന. ഇനി നമ്മൾ മെല്ലെ ഇറങ്ങട്ടെ. നല്ല കാറ്റുണ്ടല്ലോ, നല്ല രസമല്ലേ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. തെങ്ങും വീടും ഒക്കെ ആയിട്ട് എനിക്കിഷ്ടം ഇവിടെ നിന്നുള്ള വ്യൂ. അവൻ അതിൻ്റെ ഉള്ളിലിരുന്നു. അവൻ ഇരുത്തി അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട്. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ടാറ്റ.
ഇത് ഞാൻ റീസെന്റ് ആയിട്ട് വാങ്ങിയതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടോയാണ്. ഇത് ഞാനിപ്പോൾ ഫുൾ ടൈം ഉപയോഗിക്കും. തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല, നമ്മൾ തിരിക്കണം. അമ്മ ജിമ്മിൽ പോകുന്നൊക്കെയല്ലേ? കഴിഞ്ഞ 2 ദിവസമായിട്ട് പനിയായിട്ട് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. പനിയായിട്ട് അത് കാണുന്നില്ല. അല്ലെങ്കിൽ എടുത്തോ, മറക്കാണ് വെള്ളം കുടിക്കാനേ. 3 ലിറ്റർ വെള്ളം എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ നേരെ ജിമ്മിലാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ. 2 ദിവസമായിട്ട് മസിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയണത് അല്ലേ? പക്ഷെ ജിമ്മിൽ പോയിട്ട് അമ്മയ്ക്ക് നല്ല വ്യത്യാസമല്ലേ? ബോഡി പെയിനൊക്കെ കുറഞ്ഞു, കുറച്ചും കൂടെ ആക്റ്റീവ് ആവാൻ വേണ്ടി തുടങ്ങിയ ദിവസം. എൻ്റെ 3 കൊല്ലത്തെ മോട്ടിവേഷനിൽ അവസാനമാണ് അമ്മ ജിമ്മിൽ പോയത്. അപ്പോൾ ഞാൻ നാട്ടിലെത്തി, അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. ഇഷ്ടപ്പെട്ടപ്പോൾ പറ്റില്ല. അപ്പൊ ഞാൻ കറക്റ്റ് ലിപ്സ്റ്റിക്ക് നേരത്തെ ഷെയ്ഡിനെക്കാളും കുറച്ചും കൂടി ഇതാ നല്ലതെന്ന് തോന്നി. മാക്കിന്റെ ഒരു പൗഡർ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കുറെ ഷെയ്ഡ് എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ വാങ്ങിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ കൊടുക്കാം. ഇപ്പൊ വളാഞ്ചേരിന്ന് കോഴിക്കോട് പോക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. ഏകദേശം ഒരു 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കോഴിക്കോട് എത്തും. ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങാനുള്ള റീസൺ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വിധുവും ആരുഷും ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നല്ല, പുലർച്ചെ 3 മണിയാകുമ്പോൾ അവർ കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും റിസീവ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവർ ട്രെയിനിലാണ് പോയെ. സ്റ്റേ ചെയ്ത് ഇന്നാണ് അവർ തിരിച്ചു വരുന്നത്. കാരണം 3 മണിക്കൊക്കെ ആ സമയത്ത് അവിടുന്ന് വരിക, ഉറക്കം മുഴുവൻ പ്രശ്നമാവുക, അത് വേണ്ടാന്ന് വെച്ചു. അവിടെ ഒരു പ്രസിഡൻസി എന്ന് പറയുന്ന ഹോട്ടല്, നമ്മളൊന്ന് മോൾദീവ്സ് പോയപ്പോൾ എടുത്ത ഹോട്ടലില്ലേ, അതിലവർ സ്റ്റേ ചെയ്ത് ഇന്ന് അവര് ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേത്രാവതിയിലല്ലേ, ജനശതാബ്ദി. അപ്പോൾ 6 മണിയാവുന്ന സമയത്ത് അവരിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. നമ്മൾ അവരെ പോയി പിക്ക് ചെയ്യും. വിധുവിനൊപ്പം കണ്ടിട്ട് ഒരു 3 ആഴ്ച ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേ നമ്മൾ വിചാരിച്ചായിരുന്നു ഇവിടെ വരുമ്പോൾ വീണ്ടും കാണാലോ എന്നുള്ളത്. ഇത്തവണ എനിക്ക് നാട്ടിൽ വന്നിട്ട് കുറ്റബോധമുള്ള 2 കാര്യമുണ്ടേ. ഒരു കൺഫെഷൻ റൗണ്ടായിട്ട് നമുക്കിത് എടുക്കാം. കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെയും ഒപ്പം നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. വെറുതെ അവിടെ പോയിരുന്ന് വർത്താനം പറയാനോ, അമ്മമ്മേനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വട്ടാക്കാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ഞാനവിടെ പോയി ഇരിക്കാറുണ്ട്. ഇത്തവണ എനിക്ക് ഒട്ടും സമയം കിട്ടിയെന്ന് പറയാൻ പാടാത്തൊരു കാര്യമാണത്. പക്ഷെ എന്നാലും നാട്ടിൽ വന്നപ്പോൾ യുവിയുടെ അസുഖം, 2ാമത്തെ റൗണ്ട് പനി, എനിക്കും വയറിന് അസുഖം വന്നു. പിന്നെ ബാംഗ്ലൂർ പോലെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത്തവണ. അല്ലെങ്കിൽ യുവിയുടെ ബർത്ത്ഡേക്ക് അൽക്ക് ഇങ്ങോട്ട് വരുമ്പോൾ, ഇവിടുന്ന് പ്രഗ്നന്റ് ആയതിനു ശേഷം അൽക്കാൻ ആദ്യം കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ബാംഗ്ലൂർ പോയി. പിന്നെ ഈ പറയുന്ന പോലെ ആവശ്യമുള്ള, നമ്മൾ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള 1-2 ട്രിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് ഒട്ടും അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെയും ഒപ്പം വേണ്ടത്ര ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് ഓൾറെഡി മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറയുകയും ചെയ്തു, ഇത്തവണ എന്താ ഈ തീരം കിട്ടി വരാത്തതെന്നുള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അടുത്ത ദിവസം തൊട്ട് എന്തായാലും അവിടെ പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഇതേ പനി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മാറിയെന്നുണ്ടെങ്കിലും ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അമ്മമ്മയുടെയൊക്കെ ഹെൽത്ത് നമ്മൾ നല്ലോണം നോക്കേണ്ട സമയമാണ്. അതുകൊണ്ട് കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ഞാൻ ഒട്ടും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇത്തവണ അതെനിക്കൊരു ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതേപോലെ ബുദ്ധിമുട്ട് തോന്നുന്ന വേറൊരു കാര്യമാണ്, കാലിക്കറ്റ് ഇത്തവണ അധികം വേണ്ടത്ര സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ട്രാവലും കാര്യങ്ങളും ബാക്കി എല്ലാം കൂടെ, യുവിയുടെ അസുഖവും എൻ്റെ വയ്യായി എല്ലാം കൂടെ ആയിട്ട് കുറച്ചധികം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും കൂടുതൽ വളാഞ്ചേരി നിൽക്കേണ്ടി വന്നു. കാലിക്കറ്റ് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ വളാഞ്ചേരി നിൽക്കുന്നത് എനിക്ക് ഓക്കെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ കൂടുതൽ നിൽക്കാനുള്ള ഒരു ത്വരയുണ്ടായിരിക്കും, പ്രത്യേകിച്ച് വെക്കേഷനിൽ നാട്ടിൽ വരുമ്പോൾ. പക്ഷെ യുവിയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഇപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത്തവണ അതിന് തീരെ എനിക്ക് പറ്റിയിട്ടില്ല. വന്നിട്ട് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞു. ഇത് രണ്ടുമാണ് എനിക്കൊരു കുറ്റബോധമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നൊരു കാര്യം. അടുത്ത വരുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഇത് രണ്ടും ക്യാച്ചപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും എൻ്റെ പ്രവർത്തികൾ. ഓക്കെ. പക്ഷെ വിഷ്ണു കുറച്ചും കൂടെ ഒക്കെ കാലിക്കറ്റ് പോയിരുന്നുണ്ടല്ലേ, കുറച്ചും കൂടെ എന്നെക്കാൾ ഒരു 3-4 ദിവസം കൂടുതൽ നിന്നിട്ടുണ്ടായിരിക്കും. ആകെ മൊത്തം ഇത്തവണ ആകെ ഒരു തിരക്കപ്പെട്ടു പോയി വന്നിട്ട് അതാണ്ടായത്. ശരിയാക്കണം. എനിക്ക് എൻ്റെ മൊത്തത്തിൽ ലുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇഷ്ടപ്പെട്ട ആരോട് പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂഷീനെ മിസ് ചെയ്തോ? വിഷ്ണു വന്നതിന്റെ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വിഷ്ണുവിന്റെ പല്ല് കുറച്ച് സീനായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വിഷ്ണുവിന്റെ ഡോക്ടർ കോഴിക്കോടായിരുന്നു. അപ്പൊ വിഷ്ണു വന്ന ഉടനെ കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്നാണ് വിഷ്ണുവിന് പനി കിട്ടിയതല്ലേ. ഒരു 1 മണിക്കൂർ എടുക്കുള്ളൂ വിഷ്ണുവിന്റെ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞതാണ്. എപ്പൊ തുടങ്ങിയ ബ്ലോക്കാന്ന് അറിയോ? വീട്ടിക്ക് ഏകദേശം നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ.
പക്ഷെ കഴിഞ്ഞൊരു 1/2 മണിക്കൂറായിട്ട് ബ്ലോക്കിലാണ്. എന്താണ് വിഷ്ണു, ഒരു വികസനമൊക്കെ നടത്തിക്കൂടെ ഈ ഭാഗത്ത്? എന്താ വീണത്? ആരൊക്കെയോ പറയണ്ട പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ വീണോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അക്ഷരത്തിലെത്തി. അക്ഷരം തെറ്റാതെ വായിക്കണം. അക്ഷരം 6 മണിക്കല്ലേ അവരെത്തണ? ഈ വീട്ടില് പൊതുവെ അമ്മമാരില്ലെങ്കിൽ വീട് രസം ഉണ്ടാവില്ല എന്ന് പറയല്ലേ? ഭയങ്കര ശരിയാ അല്ലേ? അല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഈ വീടിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവാറ്. ഈവൻ ഞാൻ ആലോചിക്കായിരുന്നു, അമ്മയ്ക്ക് അന്ന് സിയാറ്റിക്ക വന്നിട്ട് അമ്മ ഉണ്ടായിരുന്നു വീട്ടില്. പക്ഷെ അമ്മ ഒരു 2 മാസത്തിൻ്റെ അടുത്ത് ബെഡ് റിഡൺ ആയിരുന്നല്ലോ. ബെഡ് റിഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷെ ഒട്ടും എണീറ്റ് നടക്കാനൊന്നും പറ്റാത്ത ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സമയം. ഈ പറഞ്ഞ പോലെ അമ്മ വീട്ടിലുണ്ടെങ്കിലും അമ്മ ഫുൾ കിടപ്പായിട്ട് വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ മൊത്തത്തിൽ മാറും. അമ്മമാരാണ് ശരിക്കും വീടിൻ്റെ ഒരു 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 സംഗതി. വിഷ്ണു തോന്നാറില്ല എനിക്ക് എൻ്റെ അമ്മ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീടും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ലൈക്ക് ആ സ്ഥലമല്ല, ആ ആളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നും. അല്ലേ യൂഷയ്ക്ക് ചെറിയൊരു ടെമ്പറേച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ പാരസ്റ്റമോൾ വെച്ചു. വിഷ്ണു അമ്മയ്ക്കും അച്ഛനും ചെറുതായിട്ട് തുമ്മലും ചീറ്റിലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് വരുന്നതിലും വരാതിരിക്കണേലും അപ്പോൾ വലിയ അർത്ഥമില്ല. കാരണം അമ്മയുടെ തന്നെ ഏകദേശം വിധുവിനും ആരുഷിനും ഒക്കെ ഇട്ടുണ്ടാവും. എപ്പോഴും ഒരു വൈറസ് വന്നാൽ ഫാമിലി ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടേ പോകുള്ളൂ. അതിനുശേഷം അറഞ്ചം പറഞ്ചം അഴലാണ് കേട്ടോ വീടിൻ്റെ അകത്ത്. ഇവിടെ മാത്രമല്ല, അവിടെ വളാഞ്ചേരിയും നല്ല അടുക്കളയിലൊക്കെ അയല കെട്ടി വെച്ചിട്ടുണ്ട് ഉണങ്ങാഞ്ഞിട്ട്. എന്നിട്ട് അമ്മയ്ക്ക് നമ്മുടെ കുറച്ച് കട്ടിയുള്ള തുണി കാണുമ്പോൾ ദേഷ്യം വരിക, ഇതൊക്കെ എങ്ങനെയാ ഉണങ്ങുക? ഒരു അത്ഭുതം. വീണ്ടും ചുറ്റും നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു വീട് പഠിക്കുമ്പോഴേക്ക് അടുത്ത വീട്ടിൽ പോകാനാവും, അടുത്ത വീട് പഠിക്കുമ്പോഴേക്ക് തിരിച്ചങ്ങോട്ടും പോകാനാവും. അപ്പോൾ ഉണ്ടല്ലോ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ തിരൂര് വിട്ടു. അപ്പോൾ എനിക്ക് അവർ വരുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഒരു ഡിന്നറിൻ്റെ സമയമാകുമ്പോഴേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഐറ്റം വാങ്ങി ടേബിൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്ലാനിൽ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ എനിക്ക് എത്താൻ പറ്റിയില്ല. വേറെ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ച പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഉറക്കം വരുന്നുണ്ടോ യേശുക്ക്? അയ്യോ ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ആ പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അമ്മയും അച്ഛനും എറണാകുളം പോയപ്പോൾ അമ്മമ്മ ഒറ്റയ്ക്കല്ല ഇവിടെ, അപ്പോൾ വിഷ്ണു ഇവിടെ ആയിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെയാണ് എത്തിയത്. ടീ ടൈമിൽ അവരെത്തുന്ന കാരണം നമുക്ക് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് കുറച്ച് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് വെക്കാം. ട്രാവൽ ചെയ്ത് വരുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ക്യുക്ക് ചെയ്താലോ എന്നൊക്കെ അത് ഞാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വല്ലാതെ കഴിവ് പുറത്തെടുക്കാൻ നിൽക്കണ്ട, അവിടെയും ഇവിടെയും എത്താതെ ചിലപ്പോൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. എനിക്ക് നമ്മൾ വേറെ ഒരു കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴേ ഇവിടെ ആൾക്കാരും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും എവിടെയൊന്നും അറിയണമെന്നില്ല. അപ്പോൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? നമുക്ക് സാധനം വാങ്ങിക്കാമല്ലോ. അല്ല വിഷ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മുഖത്തിടിച്ച പോലെ അങ്ങനെ പറയാൻ പാടില്ല. താൻ പറയാ വന്നോളൂ, എന്നിട്ട് തിരിച്ച് ഞാൻ ഓട്ടോയിൽ വന്നോളാം, നിങ്ങൾ തിരിച്ച് കാറിൽ വന്നോളൂ. അങ്ങനെയൊക്കെയാണ് സ്നേഹനിധിയായ ആൾക്കാർ പറയാ. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഫോണിലൊക്കെ അറിയായിരുന്നു കേട്ടോ ആദ്യം പോകാൻ പറ്റില്ല എന്ന്. കാരണം അവര് 4 ആൾക്കാരും ആരുഷ് ഉൾപ്പെടെ 4 ആൾക്കാരും പിന്നെ വിഷ്ണുവും കൂടെ അത്ര ഇതിൽ കയറുള്ളൂ. പിന്നെ അവരുടെ വലിയ പിന്നെ പെട്ടിയില്ലേ ആരുഷിന്റെ മറ്റേ വലിയ വെട്ടിയാരുണ്ടെണ്ണം പെട്ടി പൊട്ടിക്കണം ഒരിക്കലും വരുമ്പോഴേ ഞാൻ കാര്യമായിട്ട് ഒരുപാട് സാധനം അവിടുന്ന് കൊണ്ടുവരുന്നല്ലോ. അപർണയ്ക്ക്, അനുവിന്, അപ്പൂന്, ആമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസം ഇടവിട്ടിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അധികം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി അങ്ങനെ ഞാൻ കൊണ്ടുവരാറുള്ളൂ. ആ ഒരു ഷോപ്പിംഗ് എനിക്കിപ്പോൾ മിസ് ചെയ്യണു. ഇത്തവണ ഞാൻ വന്നപ്പോൾ വളരെ ആവശ്യമുള്ള സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടത് ഞാൻ വാങ്ങിക്കുക ചെയ്യാറ് കൂടുതൽ. അപ്പോൾ പക്ഷെ പെട്ടി പൊട്ടിക്കൽ രസമായിരുന്നു അല്ലേ? ആദ്യത്തെ 2 കൊല്ലമാണ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായി അമ്മയും അച്ഛനും ഞാനും അപർണയും ആമിയും ഒക്കെ വട്ടട്ട് ഇരുന്നിട്ട് ഗംഭീരമായിട്ട് നമ്മൾ പെട്ടി പൊട്ടിക്കുമായിരുന്നു. എനിക്ക് ആ ഫീലിംഗ് അറിയില്ലല്ലോ. വിഷ്ണുവിന് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാനും അറിയില്ല. ഞാൻ വന്നതിന് ശേഷമാണ് വിഷ്ണു സാധനങ്ങൾ വാങ്ങിക്കാനും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചതെന്നാണ് പറയുന്നത്. ബേക്കേഴ്സിൽ പോകാൻ ഇറങ്ങിക്കുക കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിന്ന് സമോസ പിന്നെ കട്ട്ലറ്റ് പപ്സൊക്കെ മേടിക്കുന്നത്. ചായ ഉണ്ടാക്കാനോ? വീട്ടിലെത്തിയിട്ട് പറയാം ചേച്ചിയെടുത്ത് ചായ ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ കട്ട്ലറ്റും റോളും ഒക്കെ വാങ്ങിയിട്ടോ. വിഷ്ണു ചെറുപ്പം തൊട്ടേ പോകുന്ന ഒരു ബേക്കറി എന്ന് പറഞ്ഞ മയൂർ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിഷ്ണുവിന്റെ വീടിന്റെ അടുത്ത് തന്നെ. ശരിയാ, സ്ഥലം മാറിപ്പോയി. യൂഷി ഇപ്പൊ വെല്ലച്ചന്റെ ഒപ്പം ഇടയ്ക്ക് ഇങ്ങനെ ക്രിക്കറ്റ് ഒക്കെ കാണും.
ക്രിക്കറ്റ് ഒക്കെ കളിക്കും. ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ കുറച്ചേരം കയ്യിൽ നോക്കിക്കൊണ്ട് വലിയ മൈൻഡ് ചെയ്യില്ല. ഞാൻ എടുത്തോണ്ടിരും. അത് അച്ഛൻ പറയും നിന്റെ അമ്മ കണ്ടപ്പോ കൊണ്ടുപോകുന്നു. അച്ഛൻ അറിയാം. അച്ഛന് പിന്നെ ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഓരോ കാര്യം ചെയ്യാൻ പോകും. അച്ഛന് ക്രിക്കറ്റിന്റെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ കാണാനുണ്ടായിരിക്കും. അങ്ങനെ അപ്പോ നമ്മൾ മയൂർ ബേക്കറിൽ പോയിട്ട് കട്ട്ലറ്റും റോളും അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ വാങ്ങി. മയൂർ ബേക്കറി നീ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? വിഷ്ണുവിന് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള സ്ഥലമാണല്ലേ മയൂർ ബേക്കറി. അതെ. അപ്പോ കട്ട്ലറ്റ് ഒക്കെ വാങ്ങി ഇവിടെ ഇറങ്ങുമ്പോ ഇപ്പൊ ഒരു കട്ട്ലറ്റിന് 20 റുപ്യാണ്. മുന്നേ 10 റുപ്യക്ക് വിഷ്ണു എഗ് പപ്സും എന്താണ് ലൈം ജ്യൂസും കഴിച്ചത്. എന്തുപോലെ വില കൂടണത്. 10 വർഷം എന്ന് പറയുമ്പോഴേ ഇപ്പൊ പ്രായം എത്ര? 37 പറ്റില്ല. 37. അപ്പോ അതിന്റെ ഒരു 20 കൊല്ലം മുന്നേ 17 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുള്ളപ്പോഴൊക്കെയാണ് നമ്മള് എഗ് പപ്സും അതേപോലെ ലൈം ജ്യൂസും ഒക്കെ കഴിച്ചിരുന്നത്. പക്ഷെ അന്ന് എന്ത് വില കുറവായിരുന്നു അല്ലേ? വളാഞ്ചേരിയിൽ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോ 12 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വന്നിറങ്ങിയപ്പോ 30 രൂപ. എക്സൈറ്റഡ് ആണോ? തനിക്ക് ഇങ്ങനത്തെ എക്സൈറ്റ്മെന്റ് തോന്നില്ല? ഇപ്പൊ എനിക്ക് അച്ഛനെയും അമ്മേനെയും അല്ല വിധുവിനെ. പക്ഷെ എനിക്കുണ്ടല്ലോ ഇപ്പൊക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് വരണം. എനിക്കങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ എയർപോർട്ടിലും അതേപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരണം. ഞാൻ സീരിയസ്ലി ഇവിടുത്തെ ലൈസൻസ് എടുത്താലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 3 months ഒക്കെ പ്ലാൻ ചെയ്യാൻ വരുമ്പോഴേ നമുക്കൊരു ലൈസൻസ് ആവശ്യമാണ്. മറ്റേത് അവിടെ ഞാൻ മൊത്തത്തിൽ എന്റെ മൂവ്മെന്റ്സ് എന്റെ കൺട്രോളിലായിരുന്നല്ലോ. ഇവിടെ അച്ഛ ഫ്രീ ആണോ വിഷ്ണു ഫ്രീ ആണോ എന്ന് ചോദിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കണ്ട് പോണം ഒരു പോക്ക്. ഒറ്റയ്ക്ക് നടക്കുവോ? പക്ഷെ ബാക്കോട്ട് വീഴല്ലേ? വിഷ്ണു ദേ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാനും യുവിയും കൂടെ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ കുറച്ചു നേരം നടക്കുകയായിരുന്നു. ഞാൻ മുന്നേയും വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, എനിക്കൊരു ദിവസത്തിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സന്ധ്യാസമയം. പക്ഷെ അത് കുറച്ച് നേരം മാത്രമേ കിട്ടുള്ളൂ. പീസ്ഫുള്ളായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂല ഈ കൊതുകടി കാരണം. പക്ഷെ എന്നാൽ ആ ഒരു സമയം ചെറിയ കാറ്റും അതിൻ്റെ ഒപ്പം ഇവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ അമ്പലമുണ്ട്. അവിടെ നിന്നുള്ള ചെറിയ പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ മുറ്റത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോക്ക് ദേ എല്ലാവരും എത്തിയിട്ടുണ്ട്. വിധു, മമ്മി, അച്ഛനും ആരുഷും വിഷ്ണുവും എല്ലാവരും കൂടെ ദേ എത്തിയിട്ടുണ്ട്. ഞാനിത് മുന്നേയും വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തോന്നുന്നു. മുന്നേ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോകാനും അവിടെ വർക്ക് ചെയ്യാനും അവിടെ സെറ്റിൽ ആവാനും ഒക്കെ. പക്ഷെ അന്ന് അത് പ്ലെയിൻ ആയിട്ടുള്ളൊരു തോട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുറത്തുമൊക്കെ പോയതിന് ശേഷം ആദ്യം ഞാൻ നാട്ടിലോട്ട് വരുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അന്ന് എനിക്ക് എത്രത്തോളം ഫാമിലീനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞു പോലും അറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അവിടുത്തെ ലൈഫിനോടും അവിടുത്തെ ലൈഫ് സ്റ്റൈലിനോടും ഒക്കെ ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം നമുക്ക് ഫാമിലീനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു, കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 കൊല്ലത്തിലൊരിക്കൽ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് വേണ്ടപ്പോഴൊക്കെ നമുക്ക് ഫാമിലീനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റണേ എന്നുള്ളത്. അതിനൊക്കെ ശേഷം ഞാനിപ്പോൾ ഒരു 6 മാസത്തിലൊക്കെ നാട്ടിൽ വരാറുണ്ട്. വിധു ജർമ്മനിയിലായത് കാരണം നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വിധുവിനെ മീറ്റ് ചെയ്യാം. അതേപോലെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇപ്പോൾ വേണ്ട സമയത്ത് അങ്ങോട്ട് വന്ന് നമ്മുടെ ഒപ്പം നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഞാനിങ്ങനെ എന്തോ ഈ ഒരു വിഷ്വൽസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിങ്ങനെ ഓർത്തെടുക്കാൻ തോന്നി. ഇതൊക്കെ ഒരു മര്യാദയാണോടോ? വിധുവിനും അരിഷ്ടം വേണ്ടി വാങ്ങിയ സാധനം അവർ കുളിക്കാൻ പോയ ഗ്യാപ്പിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് എത്രയൊക്കെ വാങ്ങി പോയ ഗ്യാപ്പിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട അവർക്ക് വേണ്ടി കഴിക്കാൻ. യുവിയുടെ ഫേവറേറ്റ് ആണ് ബ്രെഡും ബണ്ണും ഒക്കെ. എടോ ക്രീം ബൺ കൊടുക്കല്ലോ കേട്ടോ. ഹലോ. ഇതാരാ? ഇതാരാ ഇത്? യുവി. യാത്ര ആണോ? ടയർഡായിരുന്നില്ല? ദോഹയിൽ എത്ര ഉണ്ടായിരുന്നില്ലേ അവർ? ഓടിയോ? അങ്ങനെ വേണ്ടവർക്കൊരു പാൽക്കാപ്പിയും പിന്നെ ചെറിയൊരു കട്ടൻ കാപ്പിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വാങ്ങിയ എല്ലാ നമ്മുടെ ഈവനിങ് സ്നാക്സും നമ്മൾ വർത്താനൊക്കെ ഇരുന്ന് പറഞ്ഞ് കഴിച്ച് എനിക്ക് ഈ ഒരു ചിക്കൻ റാപ്പ് അല്ലെങ്കിൽ റോളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ചായ കഴിക്കുന്ന സമയത്ത് യുവിക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കും. ഇന്നിപ്പോൾ ഒരു പഴമാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തൊരു വികൃതിയാണെന്നറിയോ ഇപ്പോൾ. അടങ്ങിയിരിക്കുക എന്നുള്ള പരിപാടി ഇപ്പോൾ യുവിയുടെ ഡിക്ഷണറിയിലേ ഇല്ല. ഇവിടുന്ന് ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇവിടെ നമുക്ക് പിടിക്കാനും കൈമാറാനും ഒക്കെ ആൾക്കാരുണ്ടല്ലോ. തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വികൃതിയും നമ്മളും വെച്ചൊരു
ഒരു മെനക്കെടുന്ന് എനിക്ക് തോന്നണം. എൻ്റെ വീട്ടിലില്ലാത്തതും ഇവിടെ ഉള്ളതുമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരുപാട് നേരം വർത്താനം പറയല്. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രാക്ടീസ് അധികം ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ പല പല കാര്യങ്ങളിൽ ബിസിയാണ്. നമുക്ക് എല്ലാവർക്കും താല്പര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ 4 പേരും നമ്മുടെ 4 പേര് ലോകത്താണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും, ഡിസ്കസ് ചെയ്യുന്നല്ലാതെ വെറുതെ ഇരുന്ന് കുറേ വർത്താനം പറയുന്ന പരിപാടി നമ്മുടെ വീട്ടിലില്ല കേട്ടോ. പൊതുവേ നമ്മുടെ വീട്ടിൽ അങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന പരിപാടി കുറവാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു ശീലം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അതായത് ഇങ്ങനെ സിനിമയുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ട എന്തെങ്കിലും എക്സ്പീരിയൻസോ അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് രസമാണ്. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മ നന്നായി സംസാരിക്കും കേട്ടോ. നല്ല ഹ്യൂമർ സെൻസ് ഒക്കെ വെച്ച് നല്ല രസത്തിൽ സംസാരിക്കും. വിഷ്ണു കുറച്ചൊക്കെ തമാശ പറയാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയാറുണ്ട്. അത് കിട്ടിയത് ശരിക്കും വിഷ്ണുവിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ്. നല്ല രസമാണ് അമ്മയോട് സംസാരിച്ചിരിക്കാൻ. അമ്മയുടെ കുറേ ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അമ്മ നല്ല ഹ്യൂമറൊക്കെ മിക്സ് ചെയ്ത് നല്ല രസത്തിൽ പ്രസൻറ്റ് ചെയ്യും. ഇതിപ്പോൾ അമ്മ കണ്ട ഏതൊരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുഷിൻ്റെ കുറച്ച് ക്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ ആരുഷിന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഏത്തെ എല്ലാവർക്കും അറിയാം. കസിൻ ബേബി ഉണ്ട്, ഞങ്ങൾ ഇന്ത്യയിൽ പോകും, കസിൻ ബേബീനെ കാണും. ഞാൻ ലാസ്റ്റ് കൂട്ടുകാർ ടീച്ചർ എന്നോട് ചോദിച്ചു, ബ്രദറിന് കുട്ടി ഉണ്ട് അല്ലേ, 1 year ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ പോകുമ്പോൾ കാണും. ഞാൻ പറഞ്ഞു ഫുൾ സ്കൂൾ അറിയാം കുട്ടിയുള്ള കാര്യം. മുന്നേ എനിക്ക് ക്രാഫ്റ്റ് വർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിലായിരുന്ന സമയത്തും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും പൂ ഉണ്ടാക്കുന്ന പരിപാടിയോ ചെറിയ തുന്നുന്ന പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കത് ചെയ്യാൻ സമയമേ കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യാറില്ല. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ക്രാഫ്റ്റ് വർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനും അത് നമ്മളൊരു കാര്യം ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞാൽ അതിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം കിട്ടാനുണ്ട്. ആ ഒരു ഫീലിംഗ് ഒക്കെ ഭയങ്കര മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് വീണ്ടും അത് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇതാണ് ഞാൻ ഉണ്ടാക്കിയൊരു സംഗതി. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ആരുഷിൻ്റെ കുഞ്ഞു പിള്ളേരുടെ ക്ലേ ഉണ്ടായിരിക്കില്ലേ, അത് വെച്ച് ചെറിയൊരു അറ്റംപ്റ്റ് നടത്തിയതാണ്. അറിയോ, മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞപ്പോൾ വലിയ ചൂടില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പീരിയഡ്സിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ഭയങ്കര പുകച്ചിൽ ഫീൽ ചെയ്യില്ലേ, അതിൻ്റെ ഒപ്പം നമുക്കൊരു ചെറിയ മുരട്ട് സ്വഭാവം വരുമല്ലോ. കുറച്ചായിട്ട് നല്ല മുരട്ട് സ്വഭാവം എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ എന്തൊക്കെയോ ദേഷ്യം വരികയൊക്കെ ചെയ്യാം. വൃത്തികേടല്ലേ അത്, ശരിക്കും നല്ല വൃത്തികേടാണ്. നമുക്കും ചുറ്റുള്ളവർക്കൊക്കെ വൃത്തികേടാണ്. അതുകൊണ്ട് അധികം വൃത്തികേടാവുന്നതിൻ്റെ മുന്നേ ഒന്ന് പോയി കുളിച്ച് വരട്ടെ, ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്വഭാവം കുറച്ചൊന്ന് മാറും. അമ്മയുടെ ഒരു പൊടിക്കൈയാണ് കേട്ടോ ജലദോഷത്തിന്. കർപ്പൂരം, പച്ചക്കർപ്പൂരം വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് നെഞ്ഞത്ത് വരട്ടുക. വിക്സിന്റെ ഒക്കെ അടിപൊളിയാണെന്നാണ് അമ്മ പറയുന്നത്. ഇത് അമ്മ പറഞ്ഞു കൊടുത്തിട്ട് എന്റെ അമ്മേനെ ഒരു കാലത്ത് ഫുൾ കർപ്പൂരമണമായിരുന്നു. അന്നൊക്കെ ഇങ്ങനത്തെ വല്ല പൊടിക്കയും കിട്ടിയ വിടുന്നില്ല, അടുത്ത് കൂടെ പോയ കർപ്പൂരം. പക്ഷെ ഇത് യുവിക്കൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ചെയ്തിട്ട്. നല്ലതാ. ഡിന്നറിന് നമുക്കിന്ന് ദോശയാണ്. അതൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മെല്ലെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമലയാളി. ടാറ്റാ.